അഥേനയിൽ നിന്ന് ഏകദേശം 80 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറുള്ള ഒരു ഇരട്ട തുറമുഖമാണ് കൊരിന്ത്. BC 46-ൽ ജൂലിയസ് സീസർ ഈ നഗരത്തെ പുതുക്കിപ്പണിഞ്ഞ് അതിനെ ഒരു റോമൻ കോളനിയാക്കി തീർത്തു. BC 27 മുതൽ കൊരിന്ത് അഖായ പ്രവിശ്യയുടെ തലസ്ഥാനമായിരുന്നു. ദക്ഷിണ ഗ്രീസിനെ ചുറ്റി ഏകദേശം 200 മൈൽ ദൈർഘ്യമുള്ള സമുദ്രയാത്ര ഒഴിവാക്കുവാൻ വേണ്ടി കൊരിന്തിൻ കരയിടുക്കിൻ്റെ വീതി കുറഞ്ഞ ഒരു ഭാഗത്ത് ഒരു കനാൽ നിർമ്മിക്കുവാൻ നീറോ ചക്രവർത്തി തുടങ്ങി പലരും ശ്രമിച്ചുവെങ്കിലും AD 1893 പ്രവൃത്തി പദത്തിലെത്തിയ ചരിത്ര പ്രസിദ്ധമായ ഒരു കനാലാണ് കൊരിന്ത് കനാൽ. ഗ്രീസിലെ വലിയ തുറമുഖ പട്ടണവും വാണിജ്യ കേന്ദ്രവുമായിരുന്ന കൊരിന്ത് ദുഷ്ടതയുടെയും ദുർനടപ്പിൻ്റെയും ആവാസ കേന്ദ്രവുമായിരുന്നു. ഈ നഗരത്തിലാണ് പൗലോസ് അപ്പോസ്തലൻ നിർമ്മല സുവിശേഷവുമായി ചെന്നതും ദൈവസഭ ഉടലെടുത്തതും. അപ്പോസ്തലൻ തൻ്റെ 2ാം മിഷണറി യാത്രയിൽ ഏകദേശം 1.5 വർഷം കൊരിന്തിൽ താമസിച്ച് ദൈവവചനം അറിയിച്ചുകൊണ്ടിരുന്നു. ആ സമയത്താണ് കൊരിന്തിൽ സഭ രൂപീകൃതമായത്. AD 53-നും 57-നും ഇടയിൽ തൻ്റെ 3ാം മിഷണറി യാത്രയിൽ ഏകദേശം 3 വർഷം അപ്പോസ്തലൻ എഫെസോസിൽ പാർത്തിരുന്നു. കൊരിന്തിലെ വിശ്വാസികളുടെ ദുരുപദേശങ്ങളെക്കാൾ ഉപരിയായി അവരുടെ ലോകമൈത്വത്തെയാണ് ഈ ലേഖനത്തിൽ പൗലോസ് ശ്ലീഹ ശക്തിയായി എതിർക്കുന്നത്. കൊരിന്തിലെ അധാർമികതയും ദുഷ്ടതയും അവിടുത്തെ ക്രിസ്ത്യാനികളെയും ബാധിച്ചു. ദുർനടപ്പുകാരോട് സംസർഗമരുതെന്ന് ഉപദേശിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഈ ലേഖനം അവർക്ക് എഴുതി അയച്ചു. വിവാഹത്തെക്കുറിച്ചും വിഗ്രഹങ്ങൾക്ക് അർപ്പിച്ച ഭക്ഷണം കഴിക്കുന്ന തർക്കസംഗതികളെക്കുറിച്ചും കൊരിന്ത് സഭയിൽ നിന്നൊരു കത്ത് ലഭിക്കുകയും മാത്രവുമല്ല സഭയിൽ വിഭാഗീയതയും ഭിന്നതയും പിണക്കങ്ങളും വർദ്ധിക്കുന്നുവെന്ന് ക്ലോവയുടെ ആളുകളിൽ നിന്നും മറ്റും പൗലോസ് അപ്പോസ്തലൻ അറിയിക്കുകയും ചെയ്തപ്പോൾ ഹൃദയവേദനയോടെ ദൈവിക വെളിപ്പാടിൽ അവർക്ക് എഴുതി അറിയിച്ച ഒരു മറുപടി കത്താണ് 1ഉം 2ഉം കൊരിന്ത്യ ലേഖനങ്ങൾ. 1-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ എഴുതപ്പെട്ട ഈ ലേഖനം ഈ കാലഘട്ടത്തിൽ നമുക്ക് എത്രമാത്രം ശ്രദ്ധേയമാണ്? എന്താണ് ഈ ലേഖനത്തിന്റെ ഇന്നത്തെ പ്രസക്തി? ഇന്നത്തെ കാലത്തിന് ആവശ്യമായ ഉൾക്കാഴ്ചകളും വെല്ലുവിളികളും ഈ ലേഖനത്തിൽ ഉണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ നമുക്ക് അനുഭവപ്പെടും. കൊരിന്ത് സഭയിലെ ഭിന്നതയും അപ്പോസ്തലൻ അതിന് നൽകുന്ന മറുപടിയും ആധുനിക സഭ ഗൗരവപൂർവ്വം പരിഗണിക്കേണ്ടതാണ്. കൃപാവരങ്ങളിൽ വ്യത്യാസമുണ്ടെങ്കിലും എല്ലാം ദൈവമുൻപാകെ തുല്യ പ്രാധാന്യമുള്ളവയാണ്. എനിക്കൊരു കൃപാവരവും ഇല്ലെന്ന് പറഞ്ഞ് നിഷ്ക്രിയരായിരിക്കുവാൻ പാടില്ല. അവരവർക്ക് ദൈവം നൽകിയിരിക്കുന്ന വരങ്ങൾ മനസ്സിലാക്കി സഭയുടെ പൊതുപ്രയോജനത്തിനായി ഓരോ വ്യക്തിയും വിനിയോഗിക്കണം. സുവിശേഷം അറിയിക്കുന്നില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന് ഉദ്ധരിച്ചതിലൂടെ സഭയുടെ സുവിശേഷ ദൗത്യം പ്രയോജനപ്രദമായി എങ്ങനെ നിർവഹിക്കാമെന്ന് അപ്പോസ്തലൻ വിവരിക്കുന്നത് നമുക്കെല്ലാവർക്കും അനുകരണീയമാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തിന് നൽകേണ്ടെന്ന സ്ഥാനം നൽകുമ്പോഴാണ് സഭ ജീവനുള്ളതായി തീർന്നത്. ദൃശ്യമാണ് എല്ലാം, അതിനപ്പുറത്തൊന്നുമില്ല എന്ന ചിന്ത വർദ്ധിച്ചു വരുന്ന ഒരു കാലമാണിത്. എന്നാൽ ഇതിനപ്പുറത്തുള്ള ഒരു ലോകത്തെക്കുറിച്ചും നിത്യജീവനെക്കുറിച്ചുമുള്ള അപ്പോസ്തലന്റെ വാക്കുകൾ ഒരു ക്രിസ്ത്യാനിക്ക് വളരെ പ്രത്യാശാജനകമാണ്. മരണമേ നിന്റെ ജയം എവിടെ എന്ന് മരണത്തെ വെല്ലുവിളിക്കുവാൻ ഒരു ദൈവപൈതലിന് സാധിക്കും. യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് ഉച്ചൈസ്തരം പ്രഘോഷിക്കുവാൻ ഭാവിയെക്കുറിച്ച് പ്രത്യാശയുള്ളവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ക്രിസ്ത്യമായ ഈ പ്രത്യാശ വിളംബരം ചെയ്യുന്ന ഈ ലേഖനം ഒരു ക്രിസ്ത്യാനിക്ക് മുതൽക്കൂട്ടാണ് എന്നതിൽ സംശയമില്ല. പ്രാരംഭഘട്ടത്തിലെ കൊരിന്ത് സഭയിലെ പോലെ ദൈവവചനത്തിലും ദൈവിക പരിജ്ഞാനത്തിലും സമ്പന്നരും ഒരു കൃപാവരത്തിലും കുറവില്ലാതെ കർത്താവിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തിരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകിയ വിവിധ വരങ്ങളുള്ള പ്രത്യേകാൽ അതിശ്രേഷ്ഠ കൃപാവരമായ സ്നേഹമുള്ള സുവിശേഷ വേലയിൽ പങ്കാളികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട ടീമിനെ ദോഹ IPCയുടെ മുൻപാകെ ഞാൻ അവതരിപ്പിക്കുന്നു.
ആയുസോളം നിർമ്മലരും നിർമ്മതരുമായി വാടിപ്പോകാത്ത കിരീടം നേടുന്നവരുമായി ചെയ്യുന്നതെല്ലാം സ്നേഹത്തിൽ ചെയ്യുന്നവരായി തീരുവാൻ അപ്പോസ്തലനായ പൗലോസിനോടൊപ്പം ടീം കൊരിന്തും എല്ലാ ദൈവമക്കളെയും ആഹ്വാനം ചെയ്യുന്നു. മാറാനാഥ, നമ്മുടെ കർത്താവ് വരുന്നു. അതിനായി നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.